ചോറിനൊക്കെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ആട്ടോ. കുക്കറിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 3/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് മാറ്റി കൊടുക്കുവാണ്. കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണിയങ്ങോട്ട് തീർത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 വിസിൽ കേൾപ്പിച്ച് പരിപ്പ് നന്നായിട്ട് തന്നെ ഒന്നും കൂടി വേവിച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പടവലങ്ങ, അതേപോലെ തന്നെ മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി, കുറച്ച് മുരിങ്ങാക്കോലും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതും കുക്കറിൽ തന്നെ ഇട്ട് ഒറ്റ വിസിലായിട്ട് കേൾപ്പിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചെടുത്താലും മതിയാവും. ഞാനിവിടെ പണി എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം കൂടി ചേർത്ത് ഒരൊറ്റ വിസിൽ കേൾപ്പിക്കുന്നതേ ഉള്ളൂ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ മസാലകളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മുളക് പൊടിയും 2 പച്ചമുളക് ചെറുതായിട്ട് കീറിയതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചമുളക് ചേർക്കുമ്പോൾ നമ്മുടെ മുളക് പൊടിയുടെ എരിവും കൂടി ഒന്ന് നോക്കണേ. ഇനിയിപ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ കേൾപ്പിച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് 2-3 മിനിറ്റ് ശേഷം ബാക്കി വിസിലും കൂടി പൊക്കി കളയണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുരിങ്ങാക്കോലൊക്കെ ആണെന്നുണ്ടെങ്കിലും ആകെ അങ്ങോട്ട് അവിഞ്ഞു പോകും. അതിനുശേഷം 1 കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്കായിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണേ. നന്നായിട്ട് എല്ലാം കൂടി തിളച്ച് വരുമ്പോൾ ഇതേപോലെ കുറച്ച് കടുക് താളിച്ച് ഏറ്റവും ലാസ്റ്റായിട്ട് കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി റെഡ് ചില്ലിയും കൂടി ചേർത്ത് താളിച്ച് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇരിക്കും തോറും ടേസ്റ്റ് കൂടി വരുന്ന നല്ല അടിപൊളി കറി തന്നെയാണ്. ചോറിന് ഇതൊന്നും മാത്രം മതിയാവും. ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കണേ.